ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറിയായി നിർദ്ദേശിച്ചതിൽ ഒരു വിഭാഗത്തിന്റെ അതൃപ്തി തുടരുന്നതിനിടെ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇന്ന് നാളത്തെ കൗൺസിൽ യോഗമാണ് തീരുമാനത്തിന് അംഗീകാരം നൽകേണ്ടത്. എതിർപ്പുണ്ടെങ്കിലും ബിനോയ് വിശ്വം തന്നെ സെക്രട്ടറിയായി തുടരാനാണ് ഇപ്പോഴത്തെ സാധ്യത. കാനം രാജേന്ദ്രന്റെ സംസ്കാര ചടങ്ങുകൾക്ക് പിന്നാലെ കോട്ടയത്ത് ചേർന്ന അടിയന്തര എക്സിക്യൂട്ടീവ് യോഗമാണ് ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറിയായി നിർദ്ദേശിച്ചത്. ഇതിന് അംഗീകാരം നൽകേണ്ടത് സംസ്ഥാന കൗൺസിലാണ്. അവധി അപേക്ഷിച്ച് കാനം നൽകിയ കത്തിലും ബിനോയ്ക്ക് ചുമതല നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് സംഘടനാ രീതിയല്ലെന്ന വിമർശനം ഉന്നയിച്ചത് മുതിർന്ന നേതാവ് K. ഇസ്മായിലാണ്. കീഴ്വഴക്കം ലംഘിച്ചാണ് ബിനോയ് വിശ്വത്തിന്റെ തെരഞ്ഞെടുപ്പെന്നും ഇസ്മായിൽ ആരോപിച്ചിരുന്നു. നേതൃത്വത്തിന്റെ നീക്കത്തിൽ ഇസ്മായിൽ പക്ഷത്തിനും മുതിർന്ന ചില നേതാക്കൾക്കും കടുത്ത അതൃപ്തിയുണ്ട്. എന്നാൽ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനവും കാനത്തിന്റെ നിർദ്ദേശവും മറികടന്നുള്ള നീക്കങ്ങൾക്ക് വലിയ പിന്തുണ CPIയിൽ ലഭിക്കാനിടയില്ല. അതുകൊണ്ട് തന്നെ കോട്ടയത്ത് ചേർന്ന എക്സിക്യൂട്ടീവിന്റെ തീരുമാനം സംസ്ഥാന കൗൺസിൽ അംഗീകരിക്കാനാണ് സാധ്യത കൂടുതൽ. ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K. പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ളവർക്ക് തീരുമാനത്തോട് വിയോജിപ്പുണ്ട്. പക്ഷേ വിഭാഗീയ നീക്കത്തിന് തന്നെ കിട്ടില്ലെന്ന നിലപാട് പ്രകാശ് ബാബു സ്വീകരിച്ചതോടെ വിമത നീക്കം അപ്രസക്തമായി. നാളത്തെ സംസ്ഥാന കൗൺസിൽ ബിനോയ് വിശ്വത്തെ സെക്രട്ടറിയെ അംഗീകരിക്കുമെങ്കിലും CPIയിൽ വിഭാഗീയത ശക്തമാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. നവകേരള സദസ്സിന്റെ വിലയിരുത്തലും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും നേതൃയോഗങ്ങൾ ചർച്ച ചെയ്യും. ന്യൂസ് 18 തിരുവനന്തപുരം.